തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി ദേവസ്വത്തിന്റെ പന്തൽ കാൽനാട്ടൽ ചടങ്ങ് തുടങ്ങി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മേയർ തൃശൂരിലെ സ്ഥാനാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുകയാണ്. നടരാജ് പരശുറാം ചേരുന്നു. നടരാജ്, എന്താണ് ഈ ചടങ്ങിന്റെ പ്രസക്തി? ജിംസ്, തൃശൂർ പൂരത്തിലേക്കുള്ള വരവറിയിച്ചുകൊണ്ടുള്ള പന്തൽ കാൽനാട്ട് ചടങ്ങാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ തിരുവമ്പാടിയുടെ പന്തൽ കാൽനാട്ട് ചടങ്ങാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതോടുകൂടി പൂരം കൊടികയറലിന് മുന്നോടിയായിട്ടുള്ള ആദ്യ ചടങ്ങെന്ന് പറയാം. വലിയ രീതിയിൽ ആഘോഷത്തോടു കൂടിയാണ് തൃശ്ശൂരിലെ ജനതയും പൗരാവലിയും ഇത് നടത്തുന്നത്. വരും ദിവസങ്ങളിൽ പൂരത്തിന്റെ കൊടിയേറ്റവും അതിന് പിന്നാലെ പൂരവും നടക്കും. എന്തായാലും തെരഞ്ഞെടുപ്പ് പൂരത്തിന് ശേഷം തൃശ്ശൂർ പൂരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രതിനിധികൾ നമ്മോടൊപ്പം ഉണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി പൂരം കളറാക്കാനുള്ള ഓട്ടത്തിലാണ് തൃശ്ശൂർ. തീർച്ചയായിട്ടും ഇനി തൃശ്ശൂർ പൂരത്തിന്റെ ആരവത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പൂരത്തിന്റെ നാളുകളാണ്. തിരുവമ്പാടിയുടെ പന്തൽ നാൽക്കെട്ട് കർമ്മമാണ്. ആദ്യം നടുവിലാല് കഴിഞ്ഞു, ഇനി നായ്ക്കനാല്, അടുത്ത പന്തല്. ഇപ്രാവശ്യം പൂരം വളരെ ഗംഭീരമായിട്ട് അത് ഞായറാഴ്ചയാണ്. നമ്മൾ കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാത്തിലും വിസ്മയുണ്ട്. വെടിക്കെട്ടായാലും കുടമാറ്റായാലും മേളായാലും എല്ലാ കാര്യത്തിലും വിസ്മയുണ്ട്. അപ്പൊ അതിന്റെ തൃശൂർ മേയർ നിജി ജസ്റ്റിൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ എത്തി. അവരൊക്കെ തന്നെ ഈ ചടങ്ങിന്റെ ഭാഗമായി ചെയ്തു. പൂരത്തിലെ എല്ലാ കാലവും സജീവ സാന്നിധ്യം നിൽക്കാറുള്ള സുനിൽകുമാർ നമ്മോടൊപ്പം ഉണ്ട്. വി എസ് സുനിൽകുമാർ, അപ്പോ കളറാക്കാണ് ഇപ്പൊ പാറമേക്കാവിന്റെ കാൽനാട്ട് കർമ്മം കഴിഞ്ഞു. ഇത് തിരുവമ്പാടിയായി. അപ്പൊ പാറമേക്കാവും തിരുവമ്പാടിയും പന്തലിന്റെ കാലൊരുങ്ങുന്നതോടുകൂടി പൂരത്തിന്റെ ആരവം തൃശ്ശൂർ ടൗണിൽ ആരംഭിക്കും. ഇനി തൃശ്ശൂർ ടൗണിൽ തന്നെ ഇനിയിപ്പോ ട്രാഫിക് ബ്ലോക്ക് ആവും. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. പൂരമായി എന്നുള്ള ഫീൽ തുടങ്ങുന്നത് ഈ പന്തലിന് കൂട്ടി നാട്ടുമ്പോഴാണ്. ഇപ്പൊ തന്നെ വെടിക്കെട്ട് ഒരുക്കൽ തുടങ്ങി. അപ്പൊ തൃശ്ശൂർ പൂരം അത് എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ സംഘാടക സംവിധാനങ്ങള് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. തവണത്തെ പൂരം ഗംഭീരമായിരിക്കും. ഇതാണ് വലിയ രീതിയിലുള്ള ഒരു ആവേശം തൃശ്ശൂർക്കാർക്കുണ്ട്. എന്തായാലും പല പാർട്ടികളിൽ നിന്നും പല പ്രതിനിധികളും എത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയം മുമ്പെത്തി. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സംഘടനകളിൽ നിന്നുള്ളവരൊക്കെ തന്നെ എത്തി. കൊടിനാട്ടൽ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. എത്രത്തോളം ആവേശമുണ്ട് ഈ കൊടിനാട്ടൽ? പൂരം ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഇലക്ഷൻ പൂരത്തിലും കഴിഞ്ഞ് തൃശ്ശൂർ പൂരത്തിൽ കിടക്കാണ്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. വളരെ ആവേശം. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി നമ്മളൊപ്പം ഉണ്ട്, ഗിരീഷ് കുമാർ. അപ്പൊ ഇനിയിപ്പോ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്? അടുത്ത തിങ്കളാഴ്ച നമ്മള് കൊടിയേറും. അമ്പലത്തില് 2 ദേവസ്വങ്ങളിലും ബാക്കി ഘടകപൂരങ്ങളുടെ 8 സ്ഥലങ്ങളിലും കൊടിയേറും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പൂരത്തിന്റെ നാളുകൾ അങ്ങോട്ടായി. എല്ലാ തൃശ്ശൂർക്കാരെയും പൂരപ്രേമികളെയും നമ്മൾ പൂരത്തിന് ക്ഷണിക്കുകയാണ്. ലോകത്തെ ഏത് മുക്കിലും മൂലയിലുള്ള എല്ലാ മലയാളികളെയും പൂരത്തിന് ക്ഷണിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വരണം. ജോസഫ് ടാജ, DCC പ്രസിഡന്റ്. പന്തലിന് കാൽ നാട്ടിയാൽ പൂരായി എന്നാണ് അർത്ഥം. ഇനി ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടേ പിരിയുള്ളൂ. എല്ലാവരും കൂടി ഉണ്ടാവും. എന്തായാലും ഒരു പൊളി പൂരം മൂടിലേക്ക് തൃശ്ശൂർ കടക്കുകയാണ്.